ഈ ക്രിസ്ത്യാനികളെ പറ്റി വർഗീയത പറയുമ്പോൾ ആദ്യം എടുത്ത് കയ്യിൽ പിടിക്കുന്ന മൊബൈൽ ആരുണ്ടാക്കിയതാണ്? പാച്ചനും ചങ്കരനും വല്ലതും ആണോ? ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ മൊബൈൽ ഫോൺ, ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ ആപ്പ്, ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ മൈക്ക്, അല്ലേ? ഇതെല്ലാം എടുത്തു വെച്ച് പിടിച്ചിട്ട് ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ ഷഡ്ഡി ഇട്ടിരുന്നിട്ടാണ് ഈ പറയുന്ന ക്രിസ്ത്യാനികൾക്കെതിരെ സംസാരിക്കുന്നത്. ഉളുപ്പുണ്ടോ? സിമ്പിളായിട്ട് ചോദിച്ചു, ഒരു അല്പമെങ്കിലും ഉളുപ്പുണ്ടോ? ഇതിനകത്ത് വല്ല കോമൺ സെൻസ് ഉണ്ടോ? ഇനി ഒരാശുപത്രിയിൽ ഒരു പ്രശ്നം വന്നാൽ, പെട്ടെന്നൊരു അപകടം പറ്റിയാൽ, ഈ ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ വണ്ടിയിൽ, കേരളത്തിൽ ഓടുന്ന വണ്ടികളും ഇന്ത്യയിൽ ഓടുന്ന വണ്ടികളൊക്കെ കണ്ടുപിടിച്ചത് അങ്ങ് ജർമ്മനിയിലും മറ്റ് ക്രിസ്ത്യൻ രാജ്യങ്ങളിലും തന്നെയാണല്ലോ. ക്രിസ്ത്യാനികളുടെ തലയാണല്ലോ ഈ വണ്ടി. നമുക്ക് ഉണ്ടായിരുന്നു കാളവണ്ടി, അല്ലേ? അപ്പം നമ്മൾ മറന്നു പോകരുത്. അപ്പൊ ഈ ക്രിസ്ത്യൻ വർഗീയത പറയുമ്പോൾ അവരുടെ സാധനങ്ങളും കൂടെ ഉപയോഗിക്കുകയാണെന്ന് മറന്നു പോകരുത്. അപ്പൊ ഈ ക്രിസ്ത്യൻ വണ്ടി കയറി ആശുപത്രിയിൽ ചെന്ന് ഈ ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ നീഡിലെടുത്ത് മൂട്ടില് ഇഞ്ചക്ഷനും വെച്ച്, അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ തരുന്ന മരുന്നും കഴിച്ച്, ഈ പനി വന്നാൽ പോലും കഴിക്കുന്ന പാരസിറ്റാമോള് ആരാ ഉണ്ടാക്കിയത്? ഇവിടുത്തെ വർഗീയ ചാണക പ്രസ്ഥാനങ്ങൾ വല്ലതുമാണോ ഉണ്ടാക്കിയത്? അതും ക്രിസ്ത്യാനികൾ തന്നെയല്ലേ? അപ്പോൾ ഈ ക്രിസ്ത്യാനികളെ കുറ്റം പറയുമ്പോൾ നമ്മൾ അവരുടെ എല്ലാം ഉപേക്ഷിക്കണം. നമ്മളിടുന്ന ഷഡ്ഡി പോലും അവരുടെ ഡിസൈനാണ്. അടിച്ചു നോക്കണം. നമുക്ക് പണ്ടുണ്ടായിരുന്നത് കോണകമാണ്. കോണകം ഇട്ടിട്ടല്ലല്ലോ ഈ വർഗീയ വിദ്വാൻമാരൊക്കെ ഈ പ്രസംഗിക്കുന്നത്. പിന്നെ അടുത്തൊരു കാര്യം, ഗുരുവായൂർ എടുക്കൂ, ശബരിമല എടുക്കൂ. അയ്യപ്പനെയും ഗുരുവായൂരപ്പനെയൊക്കെ ഉണർത്താനും ഉറക്കാനും ഊട്ടാനും എല്ലാം ഉപയോഗിക്കുന്നത് യേശുദാസ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച്, എന്നാൽ അദ്ദേഹം സനാതന ധർമ്മം ഫോളോ ചെയ്ത് ജീവിക്കുന്ന ഏറ്റവും നല്ല ഒരു, ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് പോലും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ സാധന ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ആ ഒരു ക്രിസ്ത്യൻ രൂപത്തിൽ നിന്ന്, ആ ശരീരത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ആ ഗാനം കേട്ടിട്ടാണ് ദേവനെ പോലും ഈ പരിചരിക്കുന്നത്, അല്ലേ? ആണോ? എന്നാൽ ആ യേശുദാസിന്റെ ശരീരം ഈ ഇവിടുത്തെ വർഗീയ വിദ്വാൻമാർക്ക് വർഗീയമാണ്. ഇത് എവിടുത്തെ ന്യായമാണ്? ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, യേശുദാസിനെ ഗുരുവായൂർ കേട്ടണം. കാരണം അതുപോലുള്ള സാധകർ അതിനകത്ത് കയറണം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്കാക്ഷരത്തിൽ, ആ ഹിന്ദുക്കൾക്ക് പ്രവേശനമല്ല, എന്നാൽ ജന്തുക്കൾക്കൊക്കെ അതിനകത്ത് പ്രവേശിക്കാം. ഹിന്ദു നാമധാരിയായത് എഴുതി സനാതന ധർമ്മത്തിന്റെ ഭാഗമാകുമോ? ധർമ്മം പാലിക്കുന്ന എത്ര പേരുണ്ട്? ഇനി നിങ്ങൾക്ക് വർഗീയത നടത്താൻ ഈ കേരളമല്ല ഉചിതമായ സ്ഥലം. ഒരു കാര്യം ഈ വർഗീയവാദികൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് വർഗീയത നടത്താൻ ഉചിതമായ ഇടം ഈ കേരളമല്ല. ഇവിടെ ബഹുസ്വരത നിലനിൽക്കുന്ന ഒരു നാടാണ്. ഈ ആത്മീയതയുടെ അങ്കനവാടി കിടന്ന് കൈകാലിട്ടടിക്കുന്ന ഈ കൃമികൾ ആദ്യം മനസ്സിലാക്കണം. ഇനി ഈ ആത്മീയത എന്താണെന്ന് ഈ ഊളകൾക്ക് എന്തെങ്കിലും അറിയോ? ഈ ഒരു കലയെ പോലും വിമർശിക്കുന്നു. കല ആത്മീയവുമായി ബന്ധപ്പെട്ടതാണ്. ഈ കലയിൽ വർഗീയത കാണുന്നവരെ കണ്ടാൽ കുളിക്കണം. നിങ്ങൾ ഈ ഹിന്ദു സംസ്കാരത്തെ മതമാക്കി ഇതിലൊരു വർഗീയത കൽപ്പിച്ച് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ പൊളിറ്റിക്സ് കളിക്കാനാണ്. ആ പൊളിറ്റിക്സിനെ കേരളത്തിലെന്നല്ല ഈ രാജ്യത്ത് വെച്ച് ഉറപ്പിക്കില്ല. ഈ സംസ്കാരം വേറെ, നിങ്ങളുടെ സംസ്കാരം വേറെ. അതുപോലെ ഇപ്പൊ ഈ ക്രിസ്ത്യാനികളില് ഇപ്പൊ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അമ്മയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ. ഇതിലെവിടെയാണ് വർഗീയതയുള്ളത്? ഇനി അടുത്തത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിൽ പോലെ ഭൂമിയിലും ആകണമേ, അന്നുകൊണ്ട് ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയെന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളെ തെറ്റുകളും കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, എന്തുകൊണ്ടെന്നാൽ ഭൂമി, രാജ്യം, ശക്തി, മഹത്വം എന്നേക്കും അങ്ങയുടേതാവുന്നു എന്ന് പറയുന്നതിൽ എവിടെയാണ് വർഗീയതയുള്ളത്? അപ്പോൾ നിങ്ങളുടെ മനസ്സ് വിശാലമല്ല. നിങ്ങളുടെ മനസ്സ് വളരെ നാരോ മൈൻഡഡ് ആണ്. വിശാലമായ മനസ്സിലേക്ക് എത്തൂ. അവിടെയാണ് ആത്മീയതയുടെ അനുഭൂതി അറിയാൻ പറ്റുക. നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ അടുത്ത് കൊണ്ടിഞ്ഞ് പറഞ്ഞു ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കൊക്കെ തരാനുള്ള മരുന്നുണ്ട്. അതിന് ഞാനിപ്പോ കേരളത്തിലല്ല, ഞാൻ കേരളം വിട്ടുപോയി. ഞാനിവിടെ കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ കൊഴുപ്പ് അവിടെ കാണിക്കില്ലായിരുന്നു. എന്തായിരുന്നാലും കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കേരളത്തിലെ ജനത മനസ്സിലാക്കേണ്ടത്, വിവേകാനന്ദ സ്വാമി പറഞ്ഞ പോലെ കേരളം ഒരു ഭ്രാന്താലയമാണ്. അവിടെ പ്രോപ്പറായിട്ട് മനുഷ്യനായി കാണാനും ധർമ്മം എന്താണെന്ന് പഠിപ്പിക്കാനും ആത്മീയതയിലെ സയൻസ് എന്താണെന്നും അതിനകത്തുള്ള സൂക്ഷ്മ ശരീരത്തെ പറ്റിയും അതുപോലെ തന്നെ നമ്മളുടെ ചക്രാസിനെയും ഓറയിനെ പറ്റിയും നമ്മൾക്കുള്ള ആനന്ദം എങ്ങനെ ഉണ്ടാക്കാമെന്നും നമ്മൾക്ക് എങ്ങനെ ആരോഗ്യം നിലനിർത്താമെന്നും നമ്മളുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടുള്ള, നമ്മുടെ വെൽനെസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു പ്രോസസ്സോ ഒരു സ്റ്റഡീസോ കേരളത്തിൽ നടക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ യങ് ജനറേഷനോട് ഞാൻ പറയാണ്, നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ചെവി കൊടുക്കരുത്. നിങ്ങൾക്ക് പാട്ട് പാടാം, നിങ്ങൾക്ക് ഡാൻസ് കളിക്കാം,
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാം, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്നത് നിങ്ങൾ ചെയ്യുക. പക്ഷെ നിങ്ങൾ സന്തോഷം ഉണ്ടാക്കുമ്പോൾ അത് മറ്റൊരാൾക്കത് ദുഃഖമുണ്ടാവരുത്. നിയമപരമായി, ധാർമ്മികമായി നിങ്ങൾ എൻജോയ് ചെയ്യണം നിങ്ങളുടെ ലൈഫ്. നിങ്ങളുടെ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാനുള്ളതാണ്. ജയ് ഹിന്ദ്.